Hi. So, നമ്മൾ May 2021 SCMPE ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ 6B ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്കൊരു ചെറിയ തിയറി അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ മതി, ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ എവിടെയെങ്കിലും അത് ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചേക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ആദ്യം അത് പോയി കണ്ടിട്ട് വരണം കേട്ടോ. മോർ ഇൻസൈറ്റ്സ് അബൌട്ട് ഫാക്ടറി ഓവർഹെഡ് വേരിയൻസ് അനാലിസിസ് എന്ന് പറഞ്ഞ വീഡിയോ ആണ്, അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 6B ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അപ്പോൾ നോക്കിയേ, RBC company uses 2 variance analysis for overhead variances. Practical capacity is defined as 48 setups and 48,000 machine hours to manufacture 9,600 units for the year. Selected data for 2021 is as follows. അപ്പോൾ ഇവരുടെ നോർമൽ അല്ലെങ്കിൽ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 9,600 യൂണിറ്റ്സ് ആണ്. To produce 9,600 units, normally they take 48,000 machine hours and they require 48 setups. This much data is given and the company is using 2 variance analysis. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതല്ലേ, തിയറി പഠിച്ചിട്ടില്ലേ? എന്താണ് ഫാക്ടറി ഓവർഹെഡ് 2 വേരിയൻസ് അനാലിസിസിൽ എന്താ സംഭവിക്കുന്നത്? ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 2. എന്തൊക്കെയാണ്? ബഡ്ജറ്റ് വേരിയൻസ് ആൻഡ് വോളിയം വേരിയൻസ്. രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, ബഡ്ജറ്റ് വേരിയൻസ് ആൻഡ് വോളിയം വേരിയൻസ്. ബഡ്ജറ്റ് വേരിയൻസ് ഇസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 2. ബഡ്ജറ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്? സ്പെൻഡിങ് വേരിയൻസ് ആൻഡ് എഫിഷ്യൻസി വേരിയൻസ്. സ്പെൻഡിങ് വേരിയൻസ് ആൻഡ് എഫിഷ്യൻസി വേരിയൻസ്. ഇനി ഞാൻ ഈ ഓരോ വേരിയൻസിൻ്റെയും ഇപ്പോൾ 3 ഉണ്ട് അല്ലേ? സ്പെൻഡിങ് വേരിയൻസസ് ഉണ്ട്, എഫിഷ്യൻസി വേരിയൻസ് കണ്ടുപിടിക്കണം, വോളിയം വേരിയൻസ് കണ്ടുപിടിക്കണം. ഇത് ഓരോന്നിൻ്റെയും കുറച്ചും കൂടെ ഡീറ്റെയിലേക്ക് പോവുകയാണെങ്കിൽ, വാട്ട് ഓൾ വേരിയൻസസ് ഡസ് ദ സ്പെൻഡിങ് വേരിയൻസ് ഷുഡ് ഇൻക്ലൂഡ് അല്ലേ? സ്പെൻഡിങ് വേരിയൻസിൽ എന്തെല്ലാം വരണം? സോ സ്പെൻഡിങ് വേരിയൻസ് ഷുഡ് ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ fixed overhead spending variance and variable overhead spending variance. Fixed overhead spending variance and variable overhead spending variance. Efficiency variance will include only one variance, which is variable overhead efficiency variance. Variable overhead efficiency. And volume variance will also include only one variance, which is fixed overhead volume variance. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് 4 വേരിയൻസസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫിക്സ്ഡ് ഓവർഹെഡ് സ്പെൻഡിങ്, വേരിയബിൾ ഓവർഹെഡ് സ്പെൻഡിങ്, വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി, ഫിക്സ്ഡ് ഓവർഹെഡ് വോളിയം. ഇത്രയും വേരിയൻസസ് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ ആൻസർ, ഈ പറഞ്ഞ 2 വേ അനാലിസിസ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഡീറ്റെയിൽസിലേക്ക് പോവാം. ദ ബഡ്ജറ്റഡ് ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് എത്രയാണ് തന്നേക്കുന്നത്? ബഡ്ജറ്റഡ് ഫിക്സഡ് ഫാക്ടറി ഓവർഹെഡ് ഇവിടെ സെറ്റപ്പ് കോസ്റ്റും ഉണ്ട്, അതർ കോസ്റ്റും ഉണ്ട്. സോ സെറ്റപ്പ് കോസ്റ്റ് ഇസ് 96,000 ആൻഡ് അതർ കോസ്റ്റ് ഇസ് 3 lakhs. ടോട്ടൽ 3,96,000. ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഇൻകേർഡ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നോക്കിയേ. ദേ ഹാവ് ഗിവൺ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് ഇൻകേർഡ്. മനസ്സിലായോ? ടോട്ടലാണ്. ഈ ടോട്ടലിൻ്റെ ഉള്ളിൽ വേരിയബിളും ഉണ്ടാവും, ഫിക്സ്ഡും ഉണ്ടാവും. ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് തന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ സ്പ്ലിറ്റപ്പ് തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ തിയറിയിൽ പറഞ്ഞത്. നമ്മൾ തിയറി പഠിച്ചില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇഫ് ദ സ്പ്ലിറ്റപ്പ് ഇസ് നോട്ട് ഗിവൺ വി വിൽ നോട്ട് ബി ഏബിൾ ടു സെപ്പറേറ്റ്ലി ഫൈൻഡ് ഔട്ട് ഫിക്സ്ഡ് ഓവർഹെഡ് സ്പെൻഡിങ് വേരിയൻസ് ആൻഡ് വേരിയബിൾ ഓവർഹെഡ് സ്പെൻഡിങ് വേരിയൻസ്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. റാദർ നമ്മളിത് ഒരുമിച്ച് സ്പെൻഡിങ് വേരിയൻസ് എന്ന് പറഞ്ഞ് തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. മനസ്സിലായോ? കാരണം എന്ത് ചെയ്തിട്ടില്ല? ഓവർഹെഡിൻ്റെ, ആക്ച്വൽ ഓവർഹെഡിൻ്റെ സ്പ്ലിറ്റപ്പ് തന്നിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ അതൊരു പ്രശ്നമാണ്, നമുക്ക് ചെയ്യാം. പക്ഷേ ഇനി വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫാക്ടറി ഓവർഹെഡിൻ്റെ റേറ്റ്, വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് റേറ്റ് per setup 900,
പെർ മെഷീൻ അവർ 7.50. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളല്ലേ ഉള്ളത്. സെറ്റപ്പ് എന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഉണ്ട്, പിന്നെ അതർ എന്ന് പറഞ്ഞ ഏതൊരു ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ സെറ്റപ്പിൻ്റെ ആക്ടിവിറ്റിയുടെ റേറ്റ് തന്നിട്ടുണ്ട്. സെറ്റപ്പ് കോസ്റ്റ് ഇസ് 900 പെർ സെറ്റപ്പ് ആൻഡ് അവേഴ്സ് ബേസിസിലുള്ള റേറ്റ് എങ്ങനെയാണ്? അതർ ആക്ടിവിറ്റീസിൻ്റെ റേറ്റ് എങ്ങനെയാണ്? അതർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന റേറ്റ് ഇസ് 7.50 പെർ അവർ. ഓക്കെ. ടോട്ടൽ സ്റ്റാൻഡേർഡ് മെഷീൻ അവേഴ്സ് അലൗഡ് ഫോർ ദ യൂണിറ്റ്സ് മാനുഫാക്ചേർഡ്. ടോട്ടൽ സ്റ്റാൻഡേർഡ് മെഷീൻ അവേഴ്സ് അലൗഡ് ഫോർ ദ യൂണിറ്റ്സ് മാനുഫാക്ചേർഡ്. സോ നമ്മൾ എത്രയോ യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്തു, ആ യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യാൻ ഹൗ മച്ച് ടൈം ഇസ് അലൗഡ്? 45,000 hours is allowed, which means we should have completed the job in 45,000 hours. But machine hours actually worked as 50 to 500. നമ്മൾ എത്ര മണിക്കൂർ കൊണ്ടാണ് ചെയ്ത് തീർത്തത്? 50 to 500. അതേപോലെ ആക്ച്വൽ നമ്പർ ഓഫ് സെറ്റപ്പ് വന്നിട്ടുണ്ട്. ആക്ച്വൽ എത്ര സെറ്റപ്പ് ആണ്? 42 സെറ്റപ്പ്. ശരി. റിക്വയർഡ്, എന്താ റിക്വയർമെൻറ്റ് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് total variable overhead spending variance and the overhead efficiency variance and the total overhead flexible budget variance for 2021. അപ്പോൾ നമ്മളോട് ഇവർ ചോദിച്ചേക്കുന്നത് 1 സ്പെൻഡിങ് വേരിയൻസ് കണ്ടുപിടിക്കുക, 2 എഫിഷ്യൻസി വേരിയൻസ് കണ്ടുപിടിക്കുക, അതേപോലെ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വേരിയൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും മാത്രം നമ്മൾ ചെയ്താൽ മതി. നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വോളിയം വേരിയൻസ് നീഡ് നോട്ട് ബി കമ്പ്യൂട്ടഡ്. അത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. ശരി, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഫസ്റ്റ് ഒരു വർക്കിംഗ് നോട്ടിൽ നോട്ട് നമ്പർ 1 ബേസിക് വർക്കിങ്സ്, കുറച്ച് വർക്കിങ്സ് ഒക്കെ ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ബേസിക് വർക്കിങ്സ് നോക്കിയേ. ഇവർ തന്നിട്ടുണ്ട് ഇവരുടെ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ 9600 യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതുകയാണ്. ഗിവൺ ബഡ്ജറ്റഡ് പ്രൊഡക്ഷൻ 9600 യൂണിറ്റ്സ്. അതിന് ബഡ്ജറ്റഡ് അവേഴ്സ് തന്നിട്ടുണ്ട്. ബഡ്ജറ്റഡ് അവേഴ്സ് 48,000 അവേഴ്സ്. അതേപോലെ ബഡ്ജറ്റഡ് നമ്പർ ഓഫ് സെറ്റപ്സ് തന്നിട്ടുണ്ട്. ബഡ്ജറ്റഡ് നമ്പർ ഓഫ് സെറ്റപ്പ് ഇസ് 48 സെറ്റപ്സ്. ശരി, അപ്പോൾ ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സ്റ്റാൻഡേർഡ് അവേഴ്സ് റിക്വയർഡ് പെർ യൂണിറ്റ്. ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ എത്ര അവേഴ്സ് വേണം? 48,000 hours divided by 9,600 units. So 5 hours per unit എന്ന് കിട്ടി. Similarly, number of units produced in one setup. ഒരു സെറ്റപ്പിൽ എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണത്? സോ 9600 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ 48 സെറ്റപ്സ്, വിച്ച് മീൻസ് 9600 ഡിവൈഡഡ് ബൈ 48 ചെയ്താൽ 200 യൂണിറ്റ്സ് ആണ് പെർ സെറ്റപ്പ്. പ്രൊഡക്ഷൻ പെർ സെറ്റപ്പ് ഇസ് 200 യൂണിറ്റ്സ്. ശരി, ഇനി ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലേ, ടോട്ടൽ സ്റ്റാൻഡേർഡ് അവേഴ്സ് അലൗഡ് ഫോർ ദ യൂണിറ്റ്സ് മാനുഫാക്ചേർഡ്. നമ്മൾ മാനുഫാക്ചർ ചെയ്ത യൂണിറ്റ്സിന് എത്ര അവേഴ്സ് ആയിരുന്നു അലൗ ചെയ്തിരുന്നത്? ഞാൻ ഇത് എന്തിനാ ഉപയോഗിക്കാൻ പോകണമെന്ന് പറയട്ടെ. വേരിയൻസ് അനാലിസിസ് ചെയ്യണമെങ്കിൽ ഇൻ ഓർഡർ to start with the variance analysis, I need to find out the actual production. Analysis is based on actual production. How to find out the actual production? The data is given. Standard hours allowed for the units manufactured. Adu avaru thannittund. So given SH allowed for units manufactured. Standard hours allowed for units manufactured is 45,000 hours. Therefore, my actual production is
45,000 hours divided by 5 hours per unit. അപ്പോൾ എനിക്ക് കിട്ടും 9,000 units. So during this period we have produced 9,000 units. Actual production is 9,000 units. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് നമ്മൾ ഇനി ഓരോ വേരിയൻസ് അനാലിസിസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ശരി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്പെൻഡിങ് വേരിയൻസ് ആണ്. സ്പെൻഡിങ് വേരിയൻസ്. സോ സ്പെൻഡിങ് വേരിയൻസ് ശരിക്കും ഇതിൽ എന്തൊക്കെയുണ്ട്? സ്പെൻഡിങ് വേരിയൻസ് ഇൻക്ലൂഡ്സ് fixed overhead expenditure variance and variable overhead expenditure variance, but the bifurcation between variable and fixed is not available in the question. I am going to compute the spending variance as a whole. ഒരുമിച്ച് കണ്ടുപിടിക്കാൻ പോവാണ് വേരിയബിളിൻ്റെയും ഫിക്സഡിൻ്റെയും. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് പറയട്ടെ. സോ എ പാർട്ട് 1 ഞാൻ ആക്ച്വൽ ഫാക്ടറി ഓവർഹെഡ് ഇൻകേർഡ് എഴുതാൻ പോവാണ്. ആക്ച്വൽ എത്ര ഓവർ ഹെഡാണ് ഇൻകർ ചെയ്തത് ഇവിടെ തന്നിട്ടുണ്ടല്ലോ. ഇവിടെ എവിടെയുണ്ട്? ഇവിടെ ഉണ്ട്. ടോട്ടൽ ഫാക്ടറി ഓവർ ഹെഡ് ഇൻകേർഡ് 7,20,000 ടോട്ടലാണത്. ദിസ് ഇൻക്ലൂഡ്സ് വേരിയബിൾ ആൻഡ് ഫിക്സഡ്. ബി ഞാൻ ചെയ്യാൻ പോണത് budgeted expense based on actual activity. Budgeted expense based on actual activity എന്താന്ന് വെച്ചാലേ, ഇവിടെ രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട്, രണ്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് സെറ്റപ്പ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, പിന്നെ ബാക്കി എല്ലാ ആക്ടിവിറ്റീസിനെയും കൂടി ഇവർ ചേർത്ത് അതർ ആക്ടിവിറ്റീസ് എന്ന് വിളിക്കാം. രണ്ട് ആക്ടിവിറ്റീസാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റീസും ഇവർ ആക്ച്വലി എത്ര ചെയ്തേക്കുന്നത് ഇപ്പോൾ ഇവർ പറയുന്നുണ്ട്. ആക്ച്വൽ നമ്പർ ഓഫ് സെറ്റപ്പ് 42 സെറ്റപ്പ് ഇവർ ചെയ്തു. അതേപോലെ അവേഴ്സ്, മെഷീൻ അവേഴ്സ് ആക്ച്വലി വർക്ക്ഡ് 52,500 അവേഴ്സ് വർക്ക് ചെയ്തു. അപ്പോൾ ഇതൊക്കെയല്ലേ എൻ്റെ ആക്ച്വൽ ആക്ടിവിറ്റീസ്. ഈ ആക്ച്വൽ ആക്ടിവിറ്റീസിന് ഇത്ര രൂപ വരണമായിരുന്നു, പക്ഷേ ഇത്ര രൂപ വന്നു. അതല്ലേ എക്സ്പെൻഡിച്ചർ വേരിയൻസ് എന്ന് പറയണത്. ഇത്ര ആക്ടിവിറ്റീസ് ചെയ്ത്, അപ്പോൾ ഈ ആക്ടിവിറ്റിയൊക്കെ ഇവർ എഫിഷ്യൻ്റ് ആണോ ചെയ്തേക്കണത് അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇവർ ഇത്ര എണ്ണം ചെയ്തു പോയി. ആ ചെയ്തതിന് സ്റ്റാൻഡേർഡ് റേറ്റ് വെച്ചിട്ട് ഇത്ര എക്സ്പെൻസ് ആയിരുന്നു വരേണ്ടിയിരുന്നത്. മനസ്സിലായോ? സ്റ്റാൻഡേർഡ് റേറ്റ് വെച്ചിട്ട്. പക്ഷേ അതിനേലും കൂടുതൽ ചിലവാക്കി പോയിട്ടുണ്ടാവും ചിലപ്പോൾ, അല്ലെങ്കിൽ അതിനേലും കുറവായിരിക്കും ചിലവാക്കിയേക്കുന്നത്. അതിനെയാണ് സ്പെൻഡിങ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ ഹിയർ വി ആർ ലുക്കിംഗ് അറ്റ് ദി റേറ്റ് വേരിയൻസ്. നമ്മൾ റേറ്റ് വേരിയൻസിലാണ് നോക്കുന്നത്. അപ്പോൾ റേറ്റ് വേരിയൻസിൽ എപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ലടാ, അത് ഓർത്താൽ മതി. റേറ്റ് വേരിയൻസ് എങ്ങനെയാണ്? വെനെവർ ദർ ഇസ് റേറ്റ് വേരിയൻസ് ഓൾവേസ് മൾട്ടിപ്ലൈ വിത്ത് ആക്ച്വൽ ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ആക്ച്വൽ അവേഴ്സ് അല്ലേ. അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ടോ, നമ്മൾ ആക്ച്വൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ ആക്ച്വൽ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിവിടെ രണ്ട് പാർട്ട് ഉണ്ട്. ഒന്ന് സെറ്റപ്പ്, ആക്ച്വൽ എത്രയാണ്? 42 സെറ്റപ്പാണ്. ഇൻറ്റു സെറ്റപ്പിൻ്റെ സ്റ്റാൻഡേർഡ് റേറ്റ് എത്രയാണ്? 900. സോ ഇത് എത്ര വരും? 37,800. അതേപോലെ അതേഴ്സ്. ഈ അതേഴ്സ് എന്ന് പറഞ്ഞ സാധനം അവേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. സോ ആക്ച്വൽ അവേഴ്സ് എത്രയാണ്? 52,500 അവേഴ്സ്. ഇൻറ്റു അവർലി റേറ്റ് എത്രയാണ്? സ്റ്റാൻഡേർഡ് 7.50. 393,750. സോ ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. ഇത് മാത്രം എടുത്താൽ പോരാ. എന്താ പ്രശ്നം? ഇതിൽ ഒരു ഐറ്റം കൂടി എടുക്കണം. അപ്പോൾ ഈ എടുത്തേക്കണതെല്ലാം വേരിയബിളാണ് കേട്ടോ, വേരിയബിൾ. ഇതേപോലെ എന്തുകൂടി എടുക്കണം? ഫിക്സ്ഡ് കൂടി എടുക്കണം. ഓക്കെ, ഫിക്സഡ് ആസ് ബഡ്ജറ്റഡ്. ആ ബഡ്ജറ്റഡ് അങ്ങോട്ട് എടുത്താൽ മതി. കാരണം ഫിക്സ്ഡ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ വേരിയൻസിൻ്റെ ഫോർമുല എന്താണ്? ബഡ്ജറ്റഡ് എക്സ്പെൻഡിച്ചർ മൈനസ് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ആണ്. അപ്പോൾ ബഡ്ജറ്റഡ് ഡയറക്റ്റ്ലി എഴുതുക. എവിടെ? ഇവിടെ ബഡ്ജറ്റഡ് ഫിക്സ്ഡ് ഓവർ ഹെഡ് ഉണ്ടല്ലോ. അതെ, സെറ്റപ്പ് അതർ രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 3,96,000.
സോ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ 396,000 പ്ലസ് 393,750 പ്ലസ് 37,800 827,550 827,550. സോ ഇതിൻ്റെ ഡിഫറൻസ് എത്ര വരും? വേരിയൻസ് എത്ര വരും? സ്പെൻഡിങ് വേരിയൻസ് $827,550 മൈനസ് 7,20,000 107,550 എന്ന് വരും. അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? ഫേവറബിൾ ആണ് അല്ലേ? എന്തുകൊണ്ടാണ് ഫേവറബിൾ ആയിട്ട് വന്നത്? ബിക്കോസ് based on the actual activity and standard rate, we should have incurred 8,27,000 rupees, but we actually incurred only 7,20,000 rupees, which means spending is less compared to the standard. അല്ലേ, സ്പെൻഡിങ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫേവറബിൾ വേരിയൻസ് വന്നത്. ക്ലിയർ അല്ലേ ഇത്? ശരി, അപ്പോൾ നമ്മൾ സ്പെൻഡിങ് വേരിയൻസ് ചെയ്തു. ഇനി നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? സെക്കൻഡ് വൺ is efficiency variance. So എഫിഷ്യൻസി വേരിയൻസ്. അപ്പോൾ എഫിഷ്യൻസി വേരിയൻസിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഒറ്റ വേരിയൻസേ ഉള്ളൂ അല്ലേ? ദിസ് ഇൻക്ലൂഡ്സ് ഓൺലി വൺ, വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ്. ഫോർമുലാസ് ഫോർമുല അല്ല, ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. വേരിയബിൾ ഓവർഹെഡ് എഫിഷ്യൻസി വേരിയൻസ് ആണ്, രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് സെറ്റപ്പിൻ്റെ ആദ്യം കണ്ടുപിടിക്കാം. സോ എന്താ ഫോർമുല? എഫിഷ്യൻസി സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ് അല്ലേ? അപ്പോൾ സെറ്റപ്പ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സെറ്റപ്പ് മൈനസ് ആക്ച്വൽ നമ്പർ ഓഫ് സെറ്റപ്പ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ് പെർ സെറ്റപ്പ്. നമ്മളുടെ സാധാരണ ഫോർമുലയിൽ നിന്ന് വേറെ പ്രശ്നമൊന്നുമില്ല. സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സെറ്റപ്പ് മൈനസ് ആക്ച്വൽ ഇവിടെ ഉണ്ട് 42. സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സെറ്റപ്പ് എത്രയാണ്? 48 ആണോ? അല്ല, 48 എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് ആണ്. നമുക്ക് വേണ്ടത് സ്റ്റാൻഡേർഡ് ആണ് അല്ലേ? അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സെറ്റപ്പ്. സോ ഇവിടെ ഞാൻ നോട്ടായിട്ട് എഴുതി വയ്ക്കുകയാണ്. നോട്ട് സ്റ്റാൻഡേർഡ് നമ്പർ ഓഫ് സെറ്റപ്സ്. ഇങ്ങനെ ചെയ്താൽ പോരെ? 9,600 യൂണിറ്റ്സിനാണ് 48 സെറ്റപ്പ്. അപ്പോൾ 9,600 യൂണിറ്റ്സിന് 48 സെറ്റപ്പാണ്. നമുക്ക് ആക്ച്വൽ പ്രൊഡക്ഷൻ 9,000 യൂണിറ്റ്സിൻ്റെ ആണ് വേണ്ടത്. അപ്പോൾ അത് എത്ര വരും? 9,600 ഡിവൈഡ് ബൈ 48 ഇൻറ്റു 9,000. എന്തോ പ്രശ്നമുണ്ടല്ലോ. തിരിഞ്ഞു വേടോ. 48 setup for 9,600 units into 9,000. So 45 എന്ന് കിട്ടും. 45 setups. ഇതാണ് സ്റ്റാൻഡേർഡ്. സോ 45 സെറ്റപ്സ് കൊണ്ട് ചെയ്യേണ്ട ജോലി 42 സെറ്റപ്സ് കൊണ്ടാണ് ചെയ്തത്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഫേവറബിൾ വേരിയൻസ് ആണ്. സ്റ്റാൻഡേർഡ് റേറ്റ് പെർ സെറ്റപ്പ് ഇസ് ഗിവൺ 900. So this comes to 3 into 900, 2,700 ഫേവറബിൾ എന്ന് വന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് സെറ്റപ്പിൻ്റെ മാത്രമാണ് ഞാൻ ചെയ്തത്. സിമിലർലി നമ്മൾ എന്ത് ചെയ്യണം? അവേഴ്സിൻ്റെയും ചെയ്യണം അല്ലേ? അപ്പോൾ അവേഴ്സിൻ്റെ ചെയ്യാം നമുക്ക്. സോ അടുത്തത് അവേഴ്സ്. സ്റ്റാൻഡേർഡ് അവേഴ്സ് മൈനസ് ആക്ച്വൽ അവേഴ്സ് ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. സോ സ്റ്റാൻഡേർഡ് അവേഴ്സ് അത് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അവേഴ്സ് ഇസ് 45,000, ആക്ച്വൽ ഇസ് 52,500. സ്റ്റാൻഡേർഡ് റേറ്റ് ഇസ് 7.50. $56,250. അഡ്വേഴ്സ് ആണോ ഫേവറബിൾ ആണോ? ദിസ് ഇസ് അഡ്വേഴ്സ്. ക്ലിയർ അല്ലേടാ? അപ്പോൾ എനിക്ക് എഫിഷ്യൻസി വേരിയൻസ് കിട്ടി. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണ്ടേ? സോ മൈ എഫിഷ്യൻസി വേരിയൻസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 2,700 മൈനസ് 56,250.
53,550 അഡ്വേഴ്സ് എന്ന് വരും. ക്ലിയർ അല്ലേ എഫിഷ്യൻസി വേരിയൻസ്? ശരി, ഇനി നമ്മളിതിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് പോകാൻ പോവാണ്. സോ തേർഡ് പാർട്ട്. അപ്പോൾ സ്പെൻഡിങ് കഴിഞ്ഞു, എഫിഷ്യൻസി കഴിഞ്ഞു. തേർഡ് വൺ ഇസ് അല്ല, വോളിയം വേരിയൻസ് ചോദിച്ചിട്ടില്ലല്ലോ ഈ ക്വസ്റ്റ്യനിൽ, ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്പെൻഡിങ് എഫിഷ്യൻസി മാത്രമല്ലേ ഉള്ളത്, ഇത്ര ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വേരിയൻസ് അല്ലേ, 2-way അനാലിസിസിൽ 2 വേരിയൻസ് ആണ്, ബഡ്ജറ്റ് വേരിയൻസും വോളിയം വേരിയൻസും. വോളിയം വേരിയൻസ് ഇവർ ചോദിച്ചിട്ടില്ല, നമുക്ക് ബഡ്ജറ്റ് വേരിയൻസ് മതി. സോ ബഡ്ജറ്റ് വേരിയൻസ് എന്ന് പറയുന്നത് A+B എന്ന് ഞാൻ എഴുതിയിടുകയാണ്. ഏതാണ് A+B? സോ ദിസ് ഇസ് B. സിമിലർലി A ഇല്ലേ, സ്പെൻഡിങ് വേരിയൻസ്. സോ ദിസ് ഇസ് A. അപ്പോൾ 107,550 F പ്ലസ് 53,550 A. $54,000 എന്ന് വരും F. ക്ലിയർ അല്ലേ? സോ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ. ഓക്കെ, നമുക്കിനി സെക്കൻഡ് പാർട്ടിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചേക്കുന്നത്? സോ സെക്കൻഡ് ക്വസ്റ്റ്യനിൽ assume that the company uses only machine hours as the activity measure to apply both variable and fixed overhead. അപ്പോൾ നോക്കിയേ, രണ്ടാമത്തെ പാർട്ടിൽ അവർ പറഞ്ഞേക്കുന്നത് ഇനി സെറ്റപ്പ് എന്ന് പറഞ്ഞ ഒരു ആക്ടിവിറ്റി മെഷർ ഇല്ല. കമ്പനി യൂസസ് ഓൺലി മെഷീൻ അവേഴ്സ് ആസ് ദി ആക്ടിവിറ്റി മെഷർ. അതായത് ഇനി ബേസ് ആയിട്ട് നമ്മുടെ ആക്ടിവിറ്റിയുടെ അലോക്കേഷൻ ബേസ് ആയിട്ട് അവേഴ്സ് മാത്രമേ ഉള്ളൂ. ദ കമ്പനി ഈസ് യൂസിങ് ഓൺലി അവേഴ്സ് ടു അപ്ലൈ ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ് ഓവർഹെഡ്. വേരിയബിൾ ഓവർഹെഡിനും ഫിക്സ്ഡ് ഓവർഹെഡിനും അവേഴ്സ് ആണ്. ഇനി സെറ്റപ്പ് എന്ന് പറയുന്ന സംഭവം ഇല്ല. ആൻഡ് ദാറ്റ് ഇറ്റ് ഇൻക്ലൂഡ് ഓൾ സെറ്റപ്പ് കോസ്റ്റ് ആസ് വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ്. എല്ലാ സെറ്റപ്പ് കോസ്റ്റും എന്തായിട്ട് മാറ്റണം എന്നാണ് പറഞ്ഞത്? വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യാൻ പോണത്. ഓക്കെ, ഓൾ സെറ്റപ്പ് കോസ്റ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ്. വാട്ട് ഇസ് ദ ഓവർഹെഡ്? സ്പെൻഡിങ് വേരിയൻസ്, എഫിഷ്യൻസി വേരിയൻസ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് വേരിയൻസ് ഫോർ ദി ഇയർ. സോ സെയിം കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഫോർമുലയിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. സ്പെൻഡിങ് വേരിയൻസും എഫിഷ്യൻസി വേരിയൻസും ബഡ്ജറ്റ് വേരിയൻസും തന്നെയാണ് വേണ്ടത്. പക്ഷേ ദ ഡിഫറൻസ് ഇസ് ദാറ്റ് വി നീഡ് ടു അസ്യൂം ദാറ്റ് ദ കമ്പനി ഈസ് നൗ യൂസിങ് ഓൺലി മെഷീൻ അവേഴ്സ് ആസ് ദ ബേസ്. ഓക്കെ, ആക്ടിവിറ്റി ബേസ് ആയിട്ട് ഇനി മെഷീൻ അവേഴ്സ് മാത്രമേ ഉള്ളൂ. സെറ്റപ്പ്, നമ്പർ ഓഫ് സെറ്റപ്പിനെ ബേസ് ചെയ്തിട്ട് ഇനി ഒരു ആക്ടിവിറ്റി ഇല്ല. മനസ്സിലായി? അപ്പോൾ ആ സെറ്റപ്പ് ആക്ടിവിറ്റീനെയും കൂടി നമ്മൾ എങ്ങോട്ട് ചേർക്കണം? അവേഴ്സിൻ്റെ ആക്ടിവിറ്റി കോസ്റ്റിലേക്ക് ചേർക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യും എന്നാണ് ആൻസർ. എന്ത് മാറ്റം വരും അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ആൻസർ നിങ്ങൾക്ക് ഡൗൺലോഡബിൾ PDF ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കാം. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം, പക്ഷേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലും കുറച്ച് കൂടി ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കിനി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ വേറൊരു മെത്തേഡും കൂടെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് നോക്കണം എന്ന് തോന്നിയാൽ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചേഴ്സ് നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മൊത്തം പറയത്തില്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഇഷ്ടമുള്ളവർക്ക്. ഇത് സോൾവ് ചെയ്യണത് എങ്ങനെയാണെന്ന് മാത്രം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിയേ, ജസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഫോർമുലയൊന്നും ഞാൻ ചെയ്യിപ്പിക്കുന്നില്ല, കാരണം എന്താ, ഫസ്റ്റ് പാർട്ടിൽ ചെയ്തില്ലേ, സെയിം ഫോർമുല തന്നെയാണ്. എന്താ ചേഞ്ച് വരുന്നത് അത് മാത്രം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇൻ ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ കമ്പനി യൂസസ് ഓൺലി മെഷീൻ അവേഴ്സ് ആസ് ആക്ടിവിറ്റി മെഷർ. മെഷീൻ അവേഴ്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ആൻഡ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, കൺസിഡർ ഓൾ ദി സെറ്റപ്പ് കോസ്റ്റ് ആസ് വേരിയബിൾ ഫാക്ടറി ഓവർഹെഡ്. സെറ്റപ്പ് കോസ്റ്റിനെ വേരിയബിൾ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണം. സോ ഈവൻ ദി ബഡ്ജറ്റഡ് സെറ്റപ്പ് കോസ്റ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് വേരിയബിൾ. ഇനി മുതൽ അങ്ങനെ ചെയ്യാനല്ലേ പറഞ്ഞേക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ നോക്കിയേ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ നോക്കൂ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ 4 കാര്യങ്ങളാണ് വന്നേക്കുന്നത്. ഫിക്സ്ഡ് ഓവർഹെഡ് ഉണ്ട്, വേരിയബിൾ ഓവർഹെഡ് ഉണ്ട്. ആ ഫിക്സ്ഡ് ഓവർഹെഡിൽ തന്നെ 2 എണ്ണം പറയുന്നുണ്ട്, സെറ്റപ്പ് കോസ്റ്റ്, അതർ കോസ്റ്റ്. ഇതേ കാണിച്ചു തരാം. നോക്കിയേ, ക്വസ്റ്റ്യനിൽ നോക്കിയേ, ബഡ്ജറ്റഡ് ഫിക്സഡ് ഓവർഹെഡ്, അതിൽ സെറ്റപ്പും ഉണ്ട് അതറും ഉണ്ട്. മനസ്സിലായോ? സെറ്റപ്പും ഉണ്ട് അതറും ഉണ്ട്. അതേപോലെ വേരിയബിൾ ഓവർഹെഡിലും
സെറ്റപ്പും ഉണ്ട് അതറും ഉണ്ട്. സെറ്റപ്പ് അതർ. പക്ഷേ ഇനി പ്രപ്പോസ്ഡ്, അതായത് സെക്കൻഡ് പാർട്ടിൽ എങ്ങനെ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? സെറ്റപ്പ് കോസ്റ്റിനെ വേരിയബിൾ ആക്കണം എന്നാണ് പറഞ്ഞേക്കണം അല്ലേ? അപ്പോൾ ഇത് ഫിക്സഡ് സെറ്റപ്പ് ആണെങ്കിലും ഇവനെ നമ്മൾ ഇനി മുതൽ എന്താക്കും? വേരിയബിൾ ആക്കും. അതർ കോസ്റ്റിൻ്റെ ഫിക്സഡ് അതേപോലെ തന്നെ റിമെയിൻ ചെയ്യും. ഇനി ഈ സെറ്റപ്പും എന്തായിരിക്കണം? വേരിയബിൾ ആയിരിക്കണം. പക്ഷെ അത് ഓൾറെഡി ഇവിടെ വേരിയബിൾ ആണ്, വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ വേരിയബിൾ, പക്ഷേ ഇവിടെ എന്താണ്? രണ്ടിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ അവേഴ്സ് ആയിരിക്കും. ഇവിടെ അതേപോലെ ബേസ്ഡ് ഓൺ അവേഴ്സ് ആണ്. ഇനി സെറ്റപ്പ്, നമ്പർ ഓഫ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേസ് നമുക്കില്ല. ഓക്കെ, ഈവൻ ഇഫ് ഇറ്റ് ഇസ് സെറ്റപ്പ് കോസ്റ്റ്, നമ്മുടെ കോസ്റ്റ് സെറ്റപ്പ് കോസ്റ്റ് ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി ചാർജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് അവേഴ്സ്. അത് അവേഴ്സിൻ്റെ ബേസിസിലാണ് നമ്മൾ പ്രൊഡക്റ്റിലേക്ക് ചാർജ് ചെയ്യാൻ പോണത്. ഓക്കെ, ശരി. അപ്പോൾ എന്താണ് ചേഞ്ച് എന്നൊക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്രപ്പോസ്ഡ് സിറ്റുവേഷനിൽ. ഓക്കെ, അപ്പോൾ ഈ സെറ്റപ്പ് കോസ്റ്റിനെ വേരിയബിൾ ആക്കി മാറ്റണം. അത് മാത്രമാണ് ചേഞ്ച് വരുന്നത്. ഇവിടെ ഇതാണ് ഒരു ചേഞ്ച് വരുന്നത് കേട്ടോ. ഇത് ഇപ്പോൾ ഫിക്സഡിലായിരുന്നു, പക്ഷെ അവൻ ഇനി മുതൽ വേരിയബിൾ ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് റിവൈസ്ഡ് റേറ്റ് പെർ മെഷീൻ അവർ. നമുക്ക് റിവൈസ്ഡ് റേറ്റ് പെർ മെഷീൻ അവർ കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മുടെ റേറ്റ് എത്രയാ? 7.50. എന്തിനാ ഇതിനെ റിവൈസ് ചെയ്യണത്? ഈ 7.50 എന്ത് വന്നിട്ടില്ല? സെറ്റപ്പ് കോസ്റ്റിൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ടില്ല. ഞാനിനി ഇത് റിവൈസ് ചെയ്യാൻ പോവാണ്. എന്തിനു വേണ്ടിയാണ് റിവൈസ് ചെയ്യണത്? ബിക്കോസ് എനിക്ക് സെറ്റപ്പ് കോസ്റ്റ് പെർ അവറും കൂടി ഇതിലേക്ക് ചേർക്കണം. മനസ്സിലായോ? ഇപ്പോൾ ഉള്ളത് ഇവിടെ അതർ കോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് എന്ത് ചെയ്യണം? അതർ കോസ്റ്റ് പ്ലസ് സെറ്റപ്പ് കോസ്റ്റ് പെർ അവർ, ദാറ്റ് ഷുഡ് ബി ഇൻക്ലൂഡഡ്. രണ്ടും കൂടെ ചേർത്തിട്ടുള്ള അവർലി റേറ്റ് വേണം എനിക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, സോ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് പറയട്ടെ. സി, ഞാൻ റേറ്റ് കണ്ടുപിടിക്കാൻ പോകുന്നത് ബഡ്ജറ്റഡിൻ്റെ ബേസിസിലാണ് കേട്ടോ. നമുക്ക് ബഡ്ജറ്റിൻ്റെ ബേസിസിൽ റേറ്റ് കണ്ടുപിടിക്കാമല്ലോ. അതാണ് ഏറ്റവും ഈസി. അതല്ലാതെ വേറൊരു രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇത്തിരി വളഞ്ഞ വഴിയാണ്. ഞാനത് വീഡിയോയിൽ പറഞ്ഞ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. ആൻസറിൽ ഡീറ്റെയിൽ ആയിട്ട് ടീച്ചേഴ്സ് നോട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, ഞാൻ എങ്ങനെ കണ്ടുപിടിക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഐ ആം ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡ്സ്. ഓക്കെ, ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാവും അതിൽ? ഇപ്പോൾ പറഞ്ഞ പോലെ 3 സാധനങ്ങളാണ് ഉണ്ടാവുന്നത്. ഒന്ന് സെറ്റപ്പിൻ്റെ, 2 ഉണ്ടാവും സെറ്റപ്പിൻ്റെ, പിന്നെ ഒരു അതർ കോസ്റ്റും ഉണ്ടാവും. ഈ 3 കാര്യങ്ങൾ ചേർത്തിട്ടാണ് ഞാൻ എൻ്റെ വേരിയബിൾ ഓവർ ഹെഡ്സ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ബഡ്ജറ്റഡ് വേരിയബിൾ കോസ്റ്റ്. ഫസ്റ്റ് വൺ, സെറ്റപ്പ് കോസ്റ്റ്. അതേത് സെറ്റപ്പ് കോസ്റ്റ്? സി, ഈ 96,000 ഇല്ലേ, ഫിക്സഡ് ആയിരുന്നു. പക്ഷെ അവനെ ഇനി എന്ത് കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യണം? വേരിയബിൾ ആയിട്ട് കൺസിഡർ ചെയ്യണം. സോ ആ 96 ഞാൻ എടുത്തു. ഇനി വീണ്ടും ഒരു സെറ്റപ്പ് കോസ്റ്റ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതേതാണ്? സി, സെറ്റപ്പ് കോസ്റ്റ് പെർ സെറ്റപ്പ് ഇസ് ₹900. ഓരോ പ്രാവശ്യം സെറ്റപ്പ് കോസ്റ്റ് എങ്ങനെ ഇൻകർ ചെയ്യണമെന്ന് പറയട്ടെ. ടോട്ടൽ ഒരു പീരീഡിൽ 96,000 രൂപ ഫിക്സഡ് ആയിട്ട് വരും. ഫിക്സഡ് കോസ്റ്റ്, സെറ്റപ്പിന് വേണ്ടി ഫിക്സഡ് കോസ്റ്റ് 96,000. എലോങ് വിത്ത് ദാറ്റ് ഓരോ പ്രാവശ്യവും മെഷീൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ ദർ വിൽ ബി ആൻ അഡീഷണൽ കോസ്റ്റ് ഓഫ് ₹900. അപ്പോൾ ഞാൻ ബഡ്ജറ്റ് ചെയ്തേക്കുന്നത് എത്ര സെറ്റപ്പാണ്? 48 സെറ്റപ്സ് അല്ലേ? അപ്പോൾ എത്ര റുപ്പീസ് കോസ്റ്റ് വരും? 48 × 900. സോ ദിസ് ഷുഡ് ഓൾസോ ബി ഇൻക്ലൂഡഡ് ഇൻ ദി ബഡ്ജറ്റഡ് കോസ്റ്റ്, ബഡ്ജറ്റഡ് വേരിയബിൾ കോസ്റ്റ്. ആൻഡ് ലാസ്റ്റ്ലി അതർ കോസ്റ്റ് ഇല്ലേ, നേരത്തെ ഉണ്ടായിരുന്ന അതർ കോസ്റ്റ് ഇല്ലേ, അതെടുക്കണ്ടേ? എത്ര അവേഴ്സ്? 48,000 അവേഴ്സ് അല്ലേ? ഇവിടെ ഉണ്ട് 48,000 അവേഴ്സ്. 1 മണിക്കൂറിൻ്റെ റേറ്റ് എത്രയാണ്? 7.5. അപ്പോൾ അത് ഞാൻ പഴയ പോലെ തന്നെ എടുത്തു, 360. സോ ദ ന്യൂ ബഡ്ജറ്റഡ് കോസ്റ്റസ്, ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡ്സ് 4,99,200 rupees. ക്ലിയർ അല്ലേ? അപ്പോൾ എൻ്റെ പുതിയ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചർ ഞാൻ കണ്ടുപിടിച്ചു. ഇനി ഈ മൊത്തം ബഡ്ജറ്റഡ് എക്സ്പെൻഡിച്ചറിനെ എനിക്ക് അവർലി റേറ്റ് ആയിട്ട് മാറ്റണം. ഐ നീഡ് ടു കൺവേർട്ട് ദിസ് ബഡ്ജറ്റഡ് ഓവർ ഹെഡ്സ് ടു അവർലി റേറ്റ്. സോ ഡിവൈഡഡ് ബൈ അവേഴ്സ് ചെയ്താൽ പോരെ. സോ സ്റ്റാൻഡേർഡ് റേറ്റ് പെർ അവർ ഇസ് ഈക്വൽ ടു ബഡ്ജറ്റഡ് ഓവർ ഹെഡ്സ്, ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് അവേഴ്സ് ചെയ്താൽ മതി. ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് അവേഴ്സ്. അപ്പോൾ ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരും,
നമ്മളിവിടെ ബഡ്ജറ്റിനെ ബേസ് ചെയ്തല്ലേ ചെയ്യണത്. നമ്മുടെ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് വേരിയബിൾ ഓവർ ഹെഡാണ്. നമ്മുടെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ബഡ്ജറ്റഡ് അവേഴ്സാണ്. എന്നിട്ട് സാർ എന്താ ഇവിടെ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് എഴുതിയേക്കുന്നത്? നമ്മളൊരു തിയറി പഠിച്ചിട്ടില്ലേടാ, തിയറി നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അറിയില്ല, തിയറി ഉണ്ട്. ഓൺ പെർ യൂണിറ്റ് ബേസിസ്, പെർ യൂണിറ്റ്, പെർ അവർ, അങ്ങനെ പെർ ബേസിസിൽ പറയുമ്പോൾ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാലും ബഡ്ജറ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ബഡ്ജറ്റഡ് കോസ്റ്റ് ആർ സെയിം ഓൺ പെർ യൂണിറ്റ് ബേസിസ്. ഓൺ ടോട്ടൽ ബേസിസ് ദേ ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്, ബട്ട് ഓൺ പെർ യൂണിറ്റ് ബേസിസ് ദേ ബോത്ത് ആർ സെയിം. അപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ബഡ്ജറ്റഡ് റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നോർമൽ റേറ്റ് എന്നൊക്കെ പറയാം. എല്ലാം സെയിം ആണ്. 10.40. ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. ഇനി സെക്കൻഡ് പാർട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഓക്കെ, ഞാനത് ചെയ്തൊന്നും കാണിക്കുന്നില്ല. നമ്മൾ നേരത്തെ എഴുതിയില്ലേ, സെയിം സാധനം ഞാൻ കോപ്പി ചെയ്ത് വെച്ചേക്കാണ്. ഒറ്റ ഡിഫറൻസുകൾ, നമ്മൾ 7.5 ഇട്ട് ചെയ്ത സ്ഥലത്തെല്ലാം എന്താക്കണം, നമ്മുടെ റേറ്റ് ആയിട്ട് ഇനി 10.4 എടുക്കണം. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, പിന്നെ സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു കോസ്റ്റ് ഇല്ല, അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ സെറ്റപ്പ് കോസ്റ്റ് ഇസ് ഓൾസോ ഇൻക്ലൂഡഡ് ഇൻ ദി റേറ്റ് ഓഫ് 10.4. അത് സെറ്റപ്പ് കോസ്റ്റും കൂടെ ചേർത്തിട്ടാണ്. അപ്പോൾ ഇനി വീണ്ടും സെറ്റപ്പ് കോസ്റ്റ് വേറെ എടുത്ത് കാണിക്കാൻ പാടില്ല. മനസ്സിലായോ? അത്രേ ഉള്ളൂ, വേറൊരു ഡിഫറൻസും ഇല്ല. നിങ്ങൾക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം കാര്യങ്ങളെടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആൻസർ ചെക്ക് ചെയ്തോ. ബിക്കോസ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടൈപ്പ് ചെയ്തല്ല, ഈ നോട്ട്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് ചെക്ക് ചെയ്തോ, തന്നെ ചെയ്ത് നോക്ക്. എന്നിട്ട് ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തോ. ഓക്കെ, ശരി.